സഹകരണ സംഘങ്ങളെ തകർക്കുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റി സെപ്റ്റംബർ 11 തിരുവനന്തപുരത്ത് സഹകരണ രജിസ്റ്റർ ഓഫീസിന് മുൻപിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമഗ്ര സഹകരണ ഭേദഗതി നിയമം ആ സമഗ്ര സഹകരണ ഭേദഗതി നിയമത്തിൽ സഹകരണ മേഖലയിലെ പ്രവർത്തനത്തെ കാര്യക്ഷമമാക്കാൻ സമ്പുഷ്ടമാക്കാൻ കാര്യമായ നിർദ്ദേശങ്ങളും അതിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിലുള്ള ജനാധിപത്യ സംവിധാനത്തിൽ തകർക്കുന്ന നിർദ്ദേശങ്ങളാണ് പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയ്ക്ക് അപേക്ഷ കൊടുത്തിട്ട് അവരത് നൽകുന്ന സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റിയുടെ മൂല്യ നിർണ്ണയം നടത്തേണ്ടത് ബാങ്കിൽ നിയോഗിച്ചിട്ടുള്ള ഇതുവഴി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. ഇവിടെ ഇപ്പോൾ ഗവൺമെന്റ് ഈ പുതിയ ഭേദഗതിയിൽ ധർണ രാവിലെ 10 രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യും. UDF നേതാക്കൾ സമരത്തെ അഭിവാദ്യം ചെയ്യും. കുടിശ്ശികയായ 7 കോടി ക്ഷാമബത്ത ഉടൻ അനുവദിക്കുക, അടിയന്തരമായി ശമ്പള കമ്മീഷനെ നിയമിച്ച് ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കുക, സഹകരണ ജീവനക്കാരുടെ പ്രൊമോഷൻ തടയുന്ന സഹകരണ ചട്ടത്തിലെ 182/2, 182/10 ഭേദഗതികൾ പുനഃസ്ഥാപിക്കുക, ജീവനക്കാരുടെ പ്രൊമോഷൻ തടയുന്ന 1:4 അനുപാതം 1:1 മാറ്റുക, സഹകരണ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പിലാക്കുക തുടങ്ങി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ ജീവനക്കാർ സമരം നടത്തുന്നത്. വാക്സമയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് P. ഉബൈദുള്ള MLA, വർക്കിംഗ് പ്രസിഡന്റ് ഹാരിസ് അമീൻ, CH മുഹമ്മദ് മുസ്തഫ, N. അലവി, അനീസ് കുര്യാടൻ, K. അഷ്റഫ് എന്നിവരും സംബന്ധിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Gold and Diamonds, Pride of Generations, India, Oman, Bahrain.